നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. ഓം നമ ശിവായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എല്ലാവർക്കും ബജ്രംഗി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾക്ക് എല്ലാവർക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഏതൊരു കാര്യവും, അതായത് ജോലിയായാലും പഠനമായാലും അസുഖം വന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിലും എത്രയും പെട്ടെന്ന് അസുഖം മാറി പൂർണ്ണ ആരോഗ്യവാനാവണമെന്നും എന്ന് ആഗ്രഹിക്കും. അതുപോലെ നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ജോലിയിൽ നിന്നും നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റണം എന്ന് ആഗ്രഹിക്കും. അതുപോലെ തന്നെ നല്ല വീട് വെക്കണമെന്നും നല്ല വാഹനങ്ങൾ വാങ്ങണമെന്നും ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെന്നും ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. പക്ഷേ നമ്മളുടെ ഏതൊരു ഘട്ടത്തിലാണെങ്കിലും, അതായത് ജാതകവശാലും പ്രശ്നവശാലും അനുകൂലമാണെങ്കിൽ കൂടിയും ചില അവസരങ്ങളിൽ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാറില്ല. അപ്പോൾ ഈ ആഗ്രഹ സാഫല്യത്തിന്, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ഏതൊരു നല്ല കാര്യവും പെട്ടെന്ന് നടന്നു കിട്ടാൻ ആയിട്ട് ഉള്ള ഒരു ഉത്തമ കരിങ്കുട്ടി മന്ത്രമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. കരിങ്കുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചാത്തന്മാരിൽ മുതിർന്നവനും കാര്യസാധ്യത്തിനും ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമായ ഒരു ദേവതാസങ്കല്പമാണ് കരിങ്കുട്ടി. മഹാദേവൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും അതുപോലെ ഭഗവാന്റെ വളരെയധികം ഭഗവാന് പ്രിയപ്പെട്ടവനും ഭഗവാന്റെ കഴിവുകളെല്ലാം തന്നെ പകർന്നു കൊടുത്തിരിക്കുന്ന ഒരു വാത്സല്യപുത്രനായ കരിങ്കുട്ടി നമ്മൾ നിത്യവും ഉപാസിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ നിത്യവും പ്രാർത്ഥിക്കുന്നതിലൂടെയോ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെയോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സഫലീകരിക്കാൻ പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഇവിടെ ആ മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത്. ഓം കൃഷ്ണായ കൃഷ്ണവർണായ ശ്രീം കരിങ്കുട്ടിച്ചാത്തായ സ്വാഹ. ഒന്നും കൂടിയും പറയാം. ഓം കൃഷ്ണായ കൃഷ്ണവർണായ കരിങ്കുട്ടിച്ചാത്തായ സ്വാഹ. ഇതാണ് ഈ മന്ത്രം. ഇത് നമ്മൾ മന്ത്രജപം ചെയ്ത് വളരെ നല്ല രീതിയിൽ ജപിക്കാൻ പ്രാപ്തരായതിനു ശേഷം ഏതെങ്കിലും ഒരു കറുത്ത വാവ് തുടങ്ങി ഈ ജപം ആരംഭിക്കുന്നത് വളരെ ഗുണകരമാണ്. ഇത് ജപിക്കുന്നതിന് മുമ്പായിട്ട് ദേവാദിദേവനായ മഹാദേവൻ്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ എന്ന മന്ത്രം 11 ജപിച്ചതിന് ശേഷം ഈ മന്ത്രം 27 തവണ, 82 തവണ, 108 തവണ, 54 തവണ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ജപം തുടങ്ങാം. വളരെ കുളിച്ച് ശുദ്ധമായി ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ജപം ചെയ്യാവുന്നതാണ്. രാവിലെയോ വൈകുന്നേരമോ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തിയതിന് ശേഷം ഈ മന്ത്രം നിത്യേന ജപത്തിന് ഉൾക്കൊള്ളിക്കാവുന്നതും. അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഇത് കൂട്ടി, അതായത് 108, 1008 എന്ന രീതികളിൽ ജപിച്ച് നമ്മുടെ തടസ്സങ്ങൾ മാറ്റി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അനുകൂലമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇത് ജപിച്ചതിന് ഫലം പലവർക്കും അനുകൂലമായി കിട്ടിയത് കൊണ്ട് ഇത് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഒരു മന്ത്രജപത്തിലൂടെ അവരുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സഫലീകരിക്കാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും കരിങ്കുട്ടിയെ പ്രാർത്ഥിച്ചുകൊണ്ടും ഭഗവാനെ നമിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.